കഴിക്കാൻ എന്താ ഉണ്ടാക്കുന്നു? രാത്രി ഇവിടെ എല്ലാവർക്കും ചപ്പാത്തിയാ. ചപ്പാത്തി, ഉച്ചയ്ക്ക് വയ്ക്കുന്ന മീൻ കറി. മീനല്ല, ചിക്കൻ ആണെങ്കിൽ ചിക്കൻ കറി. ആർക്ക് വേണം ഉണക്ക ചപ്പാത്തി? എനിക്ക് ചപ്പാത്തി ഒന്നും ഇറങ്ങത്തില്ല. റെഡി, 4 അരി ഇട്ടങ്ങോട്ട് ചോറ് വെക്ക്. ആ രാത്രി ചോറാ അതിന് ശീലിച്ചേക്കുന്ന. നാളെ നേരത്തിൽ ഞാൻ ചോറ് വെച്ചേക്കാം അമ്മയ്ക്ക് വേണ്ടി. നിന്റെ ഇഷ്ടത്തിന് ചെയ്യാനാണോ നിനക്ക് ചോദിക്കുന്ന ശമ്പളം ഒന്നും ഇവിടെ നിർത്തിയേക്കുന്നത്? അതിരിക്കട്ടെ. എത്ര നിനക്ക് ശമ്പളം? തരട്ടത്തള്ള. മാസം എത്ര രൂപ അവൻ തരുമെന്നാ ഞാൻ ചോദിച്ചത്. 25,000. 25 രൂപയോ? ഗവൺമെന്റ് ജോലിക്ക് പോയാൽ കിട്ടത്തില്ലല്ലേ? പിന്നെ അതും മിച്ചല്ലേടി എനക്ക്. തീറ്റയും കൂടി എല്ലാം ഫ്രീ അല്ലേ? ഇവിടെ ഉണ്ടാക്കുന്നതൊന്നും കഴിച്ചാൽ മതിയല്ലേ? അതെല്ലാം കഴിച്ചിട്ടാണ് 25 രൂപ വരുന്നേ. അത് കൊള്ളാം. ഞാൻ ഉണ്ടാക്കി വെക്കാം. അതൊക്കെ ഇരിക്കട്ടെ. നിന്നെ കെട്ടിച്ചതാണാ? കഴിഞ്ഞതാ. ഒരു കുഞ്ഞുണ്ട്. കെട്ടിയോനാ? കെട്ടിയോൻ ഉണ്ട്. എന്നിട്ടാണ് ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നത്. അൽഫിയ, ഉമ്മായാ? കണ്ടിട്ട് ആരാന്ന് തോന്നുന്നു? ഉമ്മായിട്ട് തോന്നില്ലേ എനക്ക്? നിന്നെ കഴി കൊറേ കാലം മുന്നേ വന്നതാ. നീ അറിഞ്ഞില്ലായിരുന്നാ? ഒരു തമാശ. മാറ അങ്ങോട്ട്. നിനക്ക് കാണുമ്പോ സ്നേഹം കാണിച്ചാ മതിയല്ലേ? നീ എത്ര നാളായി അങ്ങോട്ട് വന്നിട്ട്? ഒന്ന് കാണാൻ വരാത്ത എന്ത്? ഞാൻ ഞായറാഴ്ച അങ്ങോട്ട് വരായിരുന്നല്ലേ അമ്മ? നീ വരായിരുന്നല്ലേ ഉള്ളു. നീ വന്നില്ലല്ലേ? 2-3 മാസമായില്ലേ? ഇതെന്താ കയ്യില്? അതുമ്മ വീട്ടിലേക്ക് കുറച്ച് സാധനം വാങ്ങിയത്. അത് ആൽഫി വന്ന് വേഷത്തിരിക്കാതെ പോയി കുളിച്ചിട്ടൊക്കെ വാ. നീ കുറച്ച് കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട്. ശരി അമ്മ, ഞാൻ പോയിട്ട് വരാം. അങ്ങോട്ട് അരി അടുപ്പത്തോട്ട് ഇട്. എന്താന്ന് വെച്ചാൽ അങ്ങോട്ട് വേവിയിര്. തള്ള സമ്മതിക്കത്തില്ല. ഞാൻ പെട്ടെന്ന് വേവിച്ച് വേയേ. ഞാൻ വരുന്നു. നിസ്കരിച്ചിട്ട് വരട്ടെ. വന്ന് കേറിയപ്പോ തൊട്ട് പെരട്ട തള്ള. ഒരു നേരം ഇരിക്കാൻ സമ്മതിച്ചിട്ടില്ല. ഞാൻ എന്തെങ്കിലും കലക്കി കൊടുക്കും. അയ്യോ, കാക്ക ഒരു വല്ലാത്ത സംഭവം തന്നെ കാക്കാട് ഉമ്മാട്ടാ. നിനക്കിട്ട് കിട്ടിയാ? അന്നപ്പോ തൊട്ട് എന്റെ വരെ തുടങ്ങിയതാ. പിന്നെ ഒരു നിമിഷം ഇവിടെ ഇരുത്തിയിട്ടില്ല. എന്തെല്ലാം ജോലി ചെയ്യിക്കുമെന്നറിയാവോ? ജോലി എന്തൊരു കഷ്ടം. വന്നിട്ട് ചോറ് വെപ്പിക്കാന്ന് ഒരു നേരം എന്നെ ഇരിക്കാൻ സമ്മതിച്ചില്ല. ചോറ് വേണം, പിന്നെ വീടൊക്കെ വീണ്ടും തുടപ്പിച്ച് ഇത്രയും നേരം ജോലിയായിരുന്നു. ഉമ്മ എവിടെ? നിസ്കരിക്കാൻ പോയേക്കുന്നു. സാധനം കിട്ടിയാ? കൊള്ളായിരുന്നാ? ഉമ്മയോട് ശ്രദ്ധിച്ചു വേണം പെരുമാറാൻ. ഒരു സംശയത്തിന് ഇട കൊടുക്കരുത്. നൈസായിട്ടങ്ങ് നിന്നാ മതി. നാളെ ഉമ്മാങ്ങ് പോകും. പോകുന്ന ലക്ഷണമൊന്നുമില്ല. ഇത്താങ്ങാണ്ട് ചോദിച്ചപ്പോഴേ പറയുന്ന കേട്ട് കുറച്ച് ദിവസം നിൽക്കാനാണ്. ഇപ്പോഴൊന്നും പോകുന്നില്ല. എന്ത് ചെയ്യും? അടുക്കളയിൽ കിടന്ന് കറങ്ങുന്നേ? അത് ഉമ്മാക്ക് ഇന്ന് ആഹാരം എന്താണെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കായിരുന്നു. എന്തൊക്കെ വേണമെന്ന്. ഉമ്മ കഴിക്കുന്ന ആഹാരത്തിന്റെ കാര്യം അവർക്ക് അറിയത്തില്ലല്ലേ? അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഉമ്മ പറഞ്ഞു തന്നായിരുന്നു എന്തൊക്കെ ഉണ്ടാക്കണോന്ന്. അത് ഞാൻ വേവിക്കാത്ത ചോറൊക്കെ. നീ അടുക്കളയിൽ കിടന്ന് തത്തി കളിക്കുന്ന എന്തിന്? നീ ആഹാരം കഴിക്കാൻ തന്നെയാ വന്നത്? ഞാൻ ആഹാരം കഴിക്കാൻ.
അവിടെ ഒരു 4 കാലുള്ള ഒരു സാധനം ഉണ്ട്. അത് എന്തിനാ അവിടെ ഇട്ടേക്കുന്നത്? അത് ഡൈനിങ് ടേബിള്. ആ തന്നെ, അത് ഷോയ്ക്ക് കൊണ്ട് വെച്ചേക്കുവാണ്. അത് എന്താത്തിനുള്ളത്? അതിരുന്ന് ആഹാരം കഴിക്കാനുള്ളത് തന്നെ. ചെല്ല്, അവിടെ പോയിരി. അവിടെ ഇരുന്നിട്ട് അങ്ങോട്ട് വിളിക്കണം. എന്താ ഇവിടെ 25,000 രൂപ കൊടുത്തല്ലേ നിർത്തിയേക്കുന്നേ. കിളവി എന്ത് പറഞ്ഞാലും എന്റെ തലക്കിട്ടാണല്ലോ കയറുന്നത്. ഒരു പാശം പരേഡുകാരിയെ കൊണ്ടുവന്ന് നിർത്തിയേക്കുന്നു അല്ലേ? അവൾക്ക് പിന്നെ എന്താ ജോലി? അവൾക്ക് ഇങ്ങനെ കെട്ടി ഒരുങ്ങി ഇങ്ങനെ നിൽക്കുന്നതാണോ ജോലി? മര്യാദക്ക് അവിടെ ആഹാരം സമയം അവിടെ കൊണ്ട് വെച്ചു കൊടുത്തോണം. ഇവിടെ അടുക്കളയിൽ വന്നിരുന്ന അവള് ഒന്ന് വാങ്ങിച്ചു കഴിഞ്ഞാലല്ല. നീ 25,000 രൂപ കൊടുത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ അവൾ അവിടെ ജോലി ഇട്ട് അവിടെ കൊണ്ട് വെച്ചു കൊടുക്കണം. അവന് അടുക്കള വരെ വരുത്തിയേക്കുന്ന ആഹാരം വേണമെങ്കിൽ അവ ഇവിടെ അടുക്കള വന്ന് വാങ്ങിച്ചു തിന്നണ. കൊള്ളാല്ലേ കുണുങ്ങി കിടക്കുന്ന. അവിടെ പോയിടാ. സാധാരണ അങ്ങനെയാ കാക്ക അവിടെ ഇരിക്കുമ്പോ കൊണ്ടാ കൊടുക്കുന്നത്. ഇതിപ്പം ഉമ്മാക്ക് ചോറ് വെക്കണമെന്ന് പറയാൻ വേണ്ടി വന്ന എന്റെ അടുത്ത്. ചോറും കഞ്ഞിയൊക്കെ ആയാ? നല്ലൊരു ചമ്മന്തിയും കൂടെ അരച്ചേരെ. നല്ല ഓണത്തിനാണെങ്കിൽ ഉണ്ടല്ലേ. ഉമ്മയുടെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന. എന്തൊക്കെയുണ്ട് വിശേഷം പറ. ഞാൻ കുറച്ച് കാര്യങ്ങൾ നിന്റെ അടുത്ത് സംസാരിക്കാനാണ് ഞാൻ പ്രധാനമായിട്ട് വന്നത്. എന്താ? ആ പെണ്ണ് കിടത്ത തുടങ്ങിയിട്ട് എത്ര നാളായി? 6 മാസമായി. നീ ഇങ്ങനെ ഒരു ജോലിക്കാരിയെ നിർത്തി നീ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കി 2 കൊച്ചുങ്ങളുള്ളതാ. ഇങ്ങനെ എത്ര കാലം പോ? ഡോക്ടർ എന്താ പറഞ്ഞു? ശരിയാവെന്ന് പറഞ്ഞു. എന്നാണെന്നൊന്നും പറഞ്ഞില്ല. അത് ഡോക്ടർ പറയാൻ പറ്റുമോ? നീ ഇപ്പൊ എത്ര കാലം കൊണ്ട് പൈസ എല്ലാം ചെലവാക്കുന്നു? നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഇത് പറ്റുമോ? നീ എവിടെ നിന്നൊക്കെ കടം വാങ്ങിയിട്ട് നീ ആ വസ്തു എടുത്ത് ലോൺ വെച്ചിട്ട് ലോൺ അടയ്ക്കുന്നുണ്ടാ? ആ പെണ്ണ് വേണ്ടി ചെലവാക്കിയത് തന്നെ. അവളെ വീട്ടുകാരും തിരിഞ്ഞു നോക്കുന്നില്ല. പിന്നെ നീ ഒറ്റയ്ക്കിട്ട് ഇങ്ങനെ പോയ എന്താ ചെയ്യും? അതൊക്കെ ശരിയാ അമ്മ. ശരിയാവും പറഞ്ഞിട്ട് കാര്യമില്ല. 2 ദിവസത്തിനുള്ളിൽ അവളെ വീട്ടുകാരെ വിളിക്കണം. വിളിച്ചിട്ട് സംസാരിക്കണം. ഇങ്ങനെ നീ ഒറ്റയ്ക്ക് ഇങ്ങനെ ചുമക്കാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. ഉള്ളതും വിറ്റും പറക്കിയും ലോണും വെച്ചും ഒന്നും കടക്കാരനായി നിന്നെ കൊണ്ട് ഇതൊന്നും താങ്ങാൻ പറ്റത്തില്ല. ഇപ്പൊ തന്നെ ഇന്നാള് പറയുന്ന കേട്ട് ആയുർവേദത്തിലൊക്കെ കൊണ്ടുവന്നെന്ന്. അപ്പൊ അതിനും വേണ്ടേ പൈസ? അവളെന്റെ ഭാര്യയല്ലേ അമ്മ, എനിക്ക് കളയാൻ പറ്റുമോ? കളയണമെന്നും എടുക്കണമെന്നും അല്ല പറഞ്ഞത്. ഇനി ആയുർവേദോ അത് ഇതൊന്നും നീ പോവാൻ നിൽക്കണ്ട. അതിനൊക്കെ ഇനിയും പൈസ തോനെയാവും. എന്തായാലും വേറെ രക്ഷയൊന്നും ഇല്ലെന്നാ ഡോക്ടർ അന്ന് ഞാനും അവിടെ കൂടെ നിന്നപ്പോഴല്ലേ പറഞ്ഞത്. കളന്നു പോയത് ഇനി അതൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. പിന്നെ നീ ഇങ്ങനെ 25,000 50,000 രൂപ കൊടുത്ത് ജോലിക്കാരിയെ നിർത്തുന്നതിന് വരെ നീ ഒരു രണ്ടാമതൊരു പെണ്ണ് കെട്ടാൻ നോക്ക്. അതാ ഞാൻ പറയുന്നത്. ഇങ്ങനെ 25,000 രൂപ 50,000 രൂപ കൊടുത്ത് ഇങ്ങനെ അതിനെക്കാഴി നല്ലതേ നീ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്ക്. ഞാനൊരു പെണ്ണിനെ നോക്കാം. അല്ലാതെ ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകാനൊന്നും പറ്റത്തില്ല. കടവും കയറി ചികിത്സിച്ചും അതെന്തായാലും അവിടെ കിടക്കുമല്ലേ. ഒരു പെണ്ണ് 1 രൂപമായിട്ടല്ലേ ഉള്ളു അവിടെ. ഇത് നീ മിണ്ടായിരിക്കുന്ന? അത് നമുക്ക് പിന്നെ ആലോചിക്കാം. പിന്നത്തേക്കൊന്നും വെക്കുന്നില്ല. എനിക്ക് അതിന്റെ തീരുമാനം അറിഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് പോന്നോളൂ. നീ എനിക്ക് 2 ദിവസത്തിനുള്ളിൽ തീരുമാനം പറയണം. ഞാൻ ഒരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്. എനിക്ക് തീരുമാനം അറിയണം. 2 ദിവസത്തിനുള്ളിൽ നീ പറയണം.
അവർക്ക് അവൾ ഇവിടെ ഇവിടെ ഉണ്ടെന്നും പറഞ്ഞൊരു കുഴപ്പമൊന്നുമില്ല. എല്ലാം കണ്ടും കേട്ടും ഒക്കെ വെച്ചേക്കുവാണ്. നീ എനിക്ക് ഞാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് മറുപടി തരണം. ഞാൻ പോയി കിടക്കട്ടെ, ഗുളികയൊക്കെ കഴിച്ചിട്ട് തോന്നെ നേരമായി. തെങ്ങിലെല്ലാം വെള്ളൊക്കെയാണ്. കിളവിക്കിപ്പം തേങ്ങ അടത്തണം, മാങ്ങ അടത്തണം, പപ്പായ അടത്തണം. ഇതെല്ലാം എൻ്റെ തലയ്ക്കായിരിക്കും ജോലി. പ്രാവശ്യം അടത്താനൊന്നും ആരും വന്നില്ലേ? താത്ത ഇന്നലെ നിങ്ങൾ രാജേശ്വരിയിലാണോ വന്നത്? 3:10. അത് നിനക്കെങ്ങനെ മനസ്സിലായി ഞാൻ അതിലാ വന്നേന്ന്? 3:10 ഇവിടെ ജംഗ്ഷനിൽ വരും, ഇതെനിക്ക് അറിഞ്ഞൂടെ? പിന്നെ ഒരു 5 മിനിറ്റ് മതി ആട്ടോയിൽ കയറി ഇങ്ങ് എത്താൻ. ഞാൻ ഇന്നലെ അപ്പം തന്നെ വരണമെന്ന് വിചാരിച്ചത് നിങ്ങളെ കാണാൻ. കുറേ നാളായില്ലേ നിങ്ങളെ കണ്ടിട്ട്. സുഖമാണോ? ഓ, ഇതാര് ഈ പുതിയ സാധനം? ഇപ്പം ചെന്ന് കയറി കൊടുക്കണ്ട. അപ്പോഴേ പിന്നെ നമ്മളെ വീട്ടിൽ ആ വടക്ക് താമസിക്കുന്ന രമണി ചേച്ചി ഉണ്ടല്ലേ, അവരെ മോക്കൊരു അവിഹിതം. ഇതാണ്ട് തോന്നുന്നു ഇവിടുത്തെ മഞ്ഞപ്പത്രം. ആ പെണ്ണ് എന്തോ നല്ല ചുറ്റിക്കളിയുണ്ട്. ആ പെണ്ണ് ആ ബസ്സിൽ തന്നെയാ താത്താ വരുന്നത്. 3:30 പെണ്ണ് കുഴഞ്ഞ് ഇങ്ങ് എത്താൻ. പിന്നെന്തോ വഴിയിലെന്തോ ഒരു ചുറ്റിക്കളിയുണ്ട്. അത് നോക്കിയിരിക്കുമോ ഞാൻ കുറേ ദിവസമായിട്ട്. എന്നിട്ട് കണ്ടുപിടിച്ചാ? അത് ഞാൻ കണ്ടുപിടിക്കും, ഒരാഴ്ച അത്ര മതി. പറയാനുള്ളതൊക്കെ പറഞ്ഞ് തീരട്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നലെ വൈകിട്ട് ഇങ്ങോട്ട് വരണമെന്ന്. നിങ്ങൾ വരുന്നതല്ലേ, എന്നാൽ എനിക്കങ്ങ് സംസാരിച്ചോളാൻ വയ്യായിരുന്നു. അങ്ങനെ ഞാൻ 3:30 വൈകിട്ട് വരാമെന്ന് വിചാരിച്ചാ. രാത്രി എൻ്റെ വീട്ടിൻ്റെ തെക്ക് വശത്ത് താമസിക്കുന്ന അജി അറിയാവോ? അവ ഇപ്പം ഗൾഫില്ല. അവൻ്റെ പെണ്ണും പിള്ളയ്ക്ക് എന്തോ ഒരു വരത്ത് പോക്കുണ്ട്. ഉണ്ട്, ചെറിയ തട്ടലും മുട്ടലും ഒക്കെ രാത്രി കേൾക്കാം. അതൊന്ന് എന്താന്നൊന്ന് കണ്ടുപിടിക്കണം, ആരാന്നൊന്ന്. ഇങ്ങനെ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഉറക്കമൊഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. നാട്ടിലെ മഞ്ഞ മൊത്തം അതിനകത്തുണ്ടല്ലേ. നിനക്കിപ്പോഴും ഇത് തന്നെയാ ജോലി. ഞാൻ ഇങ്ങോട്ട് വന്ന് 2 മുരിങ്ങയിലയും കൂടെ പറിച്ചുകൊണ്ട് വന്ന് വിചാരിച്ച്. 2 മുരിങ്ങയില പറിക്കട്ടെ. മുരിങ്ങയില എന്തിന്? പിള്ളേരെ വാപ്പായ്ക്കേ വയറ്റിന് ഇച്ചിരി സുഖമില്ല. ചേച്ചി മുരിങ്ങയില പറിക്കാൻ വന്നത്. അതാ ഞാൻ വൈകിട്ട് വരുവേ. ഒരു 2:30 നിങ്ങൾ കിടന്ന് ഉറങ്ങത്തേന്നുമില്ലല്ലേ? കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് സംസാരിക്കാനുണ്ട്. എനിക്ക് ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ശീലമൊന്നുമില്ല. നീ എന്തായാലും വാ. ഈ പെണ്ണ് കഴിഞ്ഞ വെള്ളിയാഴ്ചയല്ലേ വന്നത്? ഞാൻ കണ്ടായിരുന്നു. 10-11 മണിയപ്പോൾ കുണുങ്ങി കയറി വരുന്ന. ഇതൊക്കെ കൃത്യമായിട്ട് നോക്കി വെച്ചായിരുന്ന. 2:30 വരാം. ചോറും കറിയൊക്കെ വെച്ച് കൊടുത്തിട്ട് വരാം. മോളെ ഞാൻ വരാം. എനിക്ക് റംസിയെ ഒന്ന് കാണണം. കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കണം. അപ്പൊ പോട്ടെ. ഇത് മതി ആത്ത. എനിക്കിരുന്ന് പിച്ചാനൊന്നും സമയമില്ല. ഇതിനെ ഒതുക്കേണ്ടി വരുമല്ലോ. വരുന്നിടത്ത് വെച്ച് കാണാം.